ഓം ഗും ഗുരുഭ്യോ നമ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീകൃഷ്ണ ചരിത്രത്തിലേക്ക് തന്നെ കടക്കാം. കംസവൃദ്ധനായ കേശി പർവ്വതാകാരമായ ഒരു കുതിരയുടെ വേഷം ധരിച്ച് ഗോകുലത്തിൽ കടന്നു വന്നു. അവന് ആയുധങ്ങളാൽ ഒന്നിലും മരണം സംഭവിക്കുക ഇല്ലെന്ന് വരം ഉണ്ടായിരുന്നു. ദേവന്മാർ പോലും അവൻ്റെ പേര് കേൾക്കുമ്പോൾ പേടിച്ച് വിറയ്ക്കുമായിരുന്നു. അവൻ ഗോകുലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞും സടകളാൽ മേഘങ്ങളെ പറപ്പിച്ച് ഭയങ്കരമായ ശബ്ദം പുറപ്പെടുവിച്ച് സകല ജീവികളെയും സംഭ്രാന്തരാക്കിക്കൊണ്ട് തൻ്റെ ലക്ഷ്യമായ ശ്രീകൃഷ്ണൻ എവിടെയെന്ന് തിരഞ്ഞു. അപ്പോൾ അരവിന്ദാക്ഷൻ മുമ്പിൽ പ്രത്യക്ഷനായി അവൻ്റെ കാലിൽ പിടിച്ചുയർത്തി ചുഴറ്റി 100 വിൽപ്പാട് അകലെ വലിച്ചെറിഞ്ഞു. അവൻ മോഹാലസ്യപ്പെട്ട് വീണു. വീണ്ടും ബോധം വന്നപ്പോൾ ദേഷ്യപ്പെട്ട് വായും പൊളിച്ച് ശ്രീഹരിയുടെ നേർക്ക് പാഞ്ഞെടുത്തു. അവൻ്റെ തുറന്ന വായയ്ക്കകത്തേക്ക് ശ്രീ കേശവൻ ഇടത്തെ തൃക്കരം കടത്തി. അപ്പോൾ അസുരന്റെ വായ്ക്കകം പഴുപ്പിച്ച ലോഹസ്പർശത്താൽ എന്ന പോലെ ചുട്ടുനീറി. തത്ക്ഷണം ഭഗവത്കരം വായിക്കകത്ത് വൃദ്ധിയെ പ്രാപിച്ച് അവൻ്റെ പ്രാണസഞ്ചാരം നിശേഷം തടഞ്ഞു. ഏതാനും നിമിഷങ്ങൾക്കകം അവൻ കൈയും കാലും ഇട്ടടിച്ച് മരിച്ചു വീണു. ശ്രീ ഗോവിന്ദൻ പശുപാലനം ചെയ്തും പ്രജവാസികളെയെല്ലാം ആനന്ദിപ്പിച്ചും ഗോപന്മാരോടൊപ്പം കളിച്ചും കാലം കഴിച്ചു. അങ്ങനെ ഒരു ദിവസം ഭഗവാനും കൂട്ടരും ഗോവർദ്ധന സാനുവിൽ ഒളിച്ചു കളിച്ചുകൊണ്ടിരുന്നു. ചിലർ കള്ളന്മാരായും ചിലർ രാജഭടന്മാരായും ചിലർ പശുക്കളായും നടിച്ച് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഗോപവേഷത്തിൽ വ്യോമൻ എന്ന അസുരൻ അവരുടെ കൂടെ കൂടി. പശുക്കളായി നടിച്ച അനേകം ബാലന്മാരെ പർവ്വത ഗുഹയിൽ കൊണ്ടുപോയി ദ്വാരത്തെ കല്ലുകൊണ്ട് അടച്ചു. കൃഷ്ണൻ അവൻ്റെ വികൃതിത്തരം കണ്ട് അവനെ കടന്നു പിടിച്ചു. അവൻ കുതിറി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും വിഫലമായി. ഭഗവാൻ ആ ദുഷ്ടനെ നെക്കിക്കൊന്ന് യമലോകത്തേക്ക് അയച്ചിട്ട് സ്വജനങ്ങളെ ഗുഹയിൽ നിന്ന് മോചിപ്പിച്ചു. ഗോകുലത്തിൽ നടത്തിയ ആ അവസാന ലീലയെ ഗോപന്മാരും ദേവന്മാരും സ്തുതിച്ചു. മഹാമതിയായ അക്രൂരൻ പിറ്റേ ദിവസം അതിരാവിലെ കംസരഥത്തിൽ കയറി ഗോകുലത്തിലേക്ക് തിരിച്ചു. മാർഗമധ്യേ അംബുജാക്ഷണന്റെ പരമഭക്തനായ ആ ഭാഗ്യവാൻ ഇങ്ങനെ ആത്മകഥം ചെയ്തു: എനിക്ക് കേശവ ദർശനം ലഭിക്കാൻ പോകുകയാണല്ലോ. ഇത് ബ്രഹ്മാദികൾക്കും കൂടി കിട്ടാത്തതാണ്. ആ മഹാഭാഗ്യപ്രാപ്തിക്ക് തക്കവണ്ണം ഞാൻ എന്ത് സൽക്കർമ്മം ചെയ്തുവോ, എന്ത് ഉത്കൃഷ്ട തപസ് ആചരിച്ചുവോ, മഹത്തായ എന്ത് ദാനം ചെയ്തുവോ എന്ന് അറിയുന്നില്ല. വാസ്തവത്തിൽ കംസൻ എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. സർവാന്തർയാമിയായ ഭഗവാന്റെ കാരുണ്യം തന്നെ ആയിരിക്കണം അതിനു കാരണം. അതുകൊണ്ടാണല്ലോ ഭഗവത് സമീപത്തേക്ക് അയക്കാൻ തോന്നിയത്. ഗോകുലത്തിലെത്തി അഗ്രജന്റെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും കാൽക്കൽ വീണ് നമസ്കരിക്കണം. ഞാൻ കംസന്റെ ദൂതനാണ്, ദുരുദ്ദേശത്തോടു കൂടി അയക്കപ്പെട്ടവനാണ്, അതിനാൽ ശത്രുവാണ് എന്നൊരു പക്ഷേ ഭഗവാൻ വിചാരിക്കുമോ? ഒരിക്കലുമില്ല. സർവ്വപ്രാണികളുടെയും മനോവ്യാപാരങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന സർവസാക്ഷി അല്ലേ നിന്തിരുവടി. ഈ അക്രൂരൻ അശേഷം കാപട്യം കൂടാതെ എന്നെ സേവിക്കുന്ന ദാസനാണ്, അല്ലാതെ വേറെ ഗതിയില്ല എന്ന് ഭഗവാൻ എന്നെപ്പറ്റി ചിന്തിക്കും. അങ്ങനെ ഓരോന്ന് ചിന്തിച്ചും സ്മരിച്ചും കൃഷ്ണദർശനത്തിനായി പ്രഭാതത്തിൽ പുറപ്പെട്ട അക്രൂരൻ ഗോകുലത്തിൽ എത്തിച്ചേർന്നപ്പോൾ സന്ധ്യയായി. നന്ദഗൃഹത്തിന്റെ മുമ്പിലെത്തി അവിടെ ഗോശാലയിൽ കൃഷ്ണരാമന്മാർ എഴുന്നള്ളി നിൽക്കുന്നത് കണ്ട് രഥത്തിൽ നിന്ന് ഇറങ്ങി അവരുടെ കാൽക്കൽ വീണ് പാദപങ്കജങ്ങളെ അഭിഷേകം ചെയ്തു. ശ്രീ ഭഗവാൻ അക്രൂരനെ അത്താഴ ഭക്ഷണം നൽകിയ ശേഷം ചോദിച്ചു: ഞങ്ങളുടെ ജ്ഞാതി ബന്ധുക്കൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അങ്ങയുടെ ഈ ആഗമനത്തിന് പ്രത്യേകിച്ച് വല്ല കാരണവും ഉണ്ടോ? ശ്രീ ഭഗവാന്റെ ചോദ്യത്തിന് ഉത്തരമായി ശ്രീ നാരദർ കംസനോട് പറഞ്ഞതും കംസന് യദുക്കളോടുള്ള ദേഷ്യവും വസുദേവരെ വധിക്കാൻ ശ്രമിച്ചതും ഇപ്പോൾ എന്നെ അയച്ചതിൻ്റെ പിന്നിലുള്ള ഗൂഢ ഉദ്ദേശവും അക്രൂരൻ അറിയിച്ചു. ഭഗവാൻ അത് കേട്ടൊന്ന് പുഞ്ചിരിച്ചു. അനന്തരം ധനുർയാഗത്തിന് കംസൻ ക്ഷണിച്ച വിവരം മാത്രം നന്ദഗോപരോട് പറഞ്ഞു. അദ്ദേഹം ഉടനെ തന്നെ ഗോപന്മാരോട് അടുത്ത പ്രഭാതത്തിൽ ഗോരസങ്ങളോടുകൂടി ധനുർയാഗത്തിനായി മധുരയ്ക്ക് പുറപ്പെടണം എന്ന് ആജ്ഞാപിച്ചു. ആ വാർത്ത ഗോപികൾ അറിഞ്ഞു. തങ്ങളുടെ പ്രാണപ്രിയൻ വിട്ടുപോകുന്നു എന്നറിഞ്ഞപ്പോൾ അവരുടെ ഹൃദയം തകർന്നു. വൈകുന്നേരം കൃഷ്ണൻ മടങ്ങിവരും എന്നറിഞ്ഞിട്ടും ഓരോ പകലും എത്രമാത്രം വേദനിക്കപ്പെട്ടു. ഇനി കാണാനേ കഴിയാനാലുള്ള അവസ്ഥ എന്തായിരിക്കും ഈശ്വര? ഇപ്രകാരം ഓർത്ത് കൃഷ്ണമാനസകളായ അവർ ലജ്ജ കൈവിട്ട് അത്യുച്ചത്തിൽ ഗോവിന്ദ, ഹേ ദാമോദര, ഹേ മാധവ, ഈ അനാഥകളെ ഉപേക്ഷിച്ചു പോകരുത് എന്ന് രോദനം ചെയ്തു. അതിനിടയിൽ ഗോവിന്ദരാമന്മാർ ഇരുന്ന തേര് നീങ്ങിത്തുടങ്ങി.
നന്ദഗോപരും ഗോപന്മാരും ഓരോ വണ്ടിയിൽ യാത്ര ആരംഭിച്ചു. അത് കണ്ട് ഗോപികൾ പിന്നാലെ ഓടി. അവരുടെ പരിതാപനില കണ്ടിട്ട് ഭക്തവത്സലൻ ഒരു ദൂതൻ മുഖാന്തരം താൻ വേഗം തിരിച്ചു വരും, വേദനിക്കരുത് എന്ന് പ്രേമപൂർവ്വം അറിയിച്ചു. മധ്യാഹ്നമായപ്പോൾ ഭഗവാന്റെ രഥം കാളിന്തിയിലെത്തി. രാമകൃഷ്ണന്മാർ അനന്തതീർത്ഥം എന്ന ആ സ്ഥലത്തിറങ്ങി ദേഹശുദ്ധി വരുത്തി ജലപാനവും ചെയ്തിട്ട് തേരിൽ വന്നിരുന്നു. അക്രൂരൻ കാളിന്തിയിൽ ഇറങ്ങി മുങ്ങി പ്രണവധ്യാനം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ തൻ്റെ മുമ്പിൽ രാമകൃഷ്ണന്മാരെ കണ്ടു. ഇതെന്തെന്ന് ചിന്തിച്ച് പൊങ്ങി കരയിലേക്ക് നോക്കി. അവർ രഥത്തിൽ തന്നെ ഇരിക്കുന്നതായി കണ്ടു. വീണ്ടും മുങ്ങിയപ്പോൾ അത്ഭുതാകരമായ ദർശനമാണ് ലഭിച്ചത്. 1000 തലകളോടുകൂടിയും പ്രകാശിക്കുന്ന കിരീടങ്ങളോടുകൂടിയും ശയിക്കുന്ന ആദിശേഷമൂർത്തിയെയാണ് അക്രൂരൻ അവിടെ കണ്ടത്. ഭഗവാൻ തൻ്റെ വിശ്വരൂപം അക്രൂരന് കാട്ടിക്കൊടുത്തു. ഭാഗ്യവാനായ അക്രൂരൻ അത്ഭുത ദർശനത്താൽ ആനന്ദാപ്തിയിൽ മുങ്ങി പരമഭക്തിയാവേശത്തിൽ പുളകം കൊണ്ടു ഭഗവാനെ സ്തുതിച്ചു. അങ്ങനെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കവേ ശ്രീകൃഷ്ണൻ ജലത്തിൽ മറഞ്ഞു. തനിക്ക് ലഭിച്ച അപൂർവ ദർശനത്താൽ ആശ്ചര്യരസം പ്രകാശിപ്പിച്ചുകൊണ്ട് അക്രൂരൻ കരയ്ക്ക് കയറി വന്നു. സർവജ്ഞനായ ഭഗവാൻ, അങ്ങ് എന്തോ ഒരു അത്ഭുതം കണ്ട പോലെ തോന്നുന്നുവല്ലോ എന്ന് കണ്ടു ചോദിച്ചു. അക്രൂരൻ പറഞ്ഞു, ഭൂമിയിലും ജലത്തിലും ആകാശത്തിലും ഉള്ള അത്ഭുതങ്ങളെല്ലാം ഞാൻ നിന്തിരുവഴിയിൽ കണ്ടിരിക്കെ ഇനി കാണാത്ത അത്ഭുതം എന്തിരിക്കുന്നു? എനിക്ക് കാണത്തക്ക അത്ഭുതം അവിടുന്ന് മാത്രമാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് അക്രൂരൻ തേർ തെളിച്ച് സായംകാലം മധുരയിൽ എത്തി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.